ഞങ്ങൾ 3 പണ്ഡിതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പണ്ഡിതന്മാരായി കാണുന്നുണ്ടോ ഇല്ല, അത് വേറെ വിഷയം. ഞങ്ങൾ 3 പണ്ഡിതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പണ്ഡിതന്മാരായി കാണുന്നുണ്ടോ ഇല്ല, അത് വേറെ വിഷയം. ഞങ്ങളൊന്നും പണ്ഡിതന്മാരല്ല, മത വിദ്യാർത്ഥികളാണ്. ദീൻ കൈകാര്യം ചെയ്ത മഹാപണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു. അതുപോലെ ലോകത്തുള്ള വ്യത്യസ്തമായ പണ്ഡിത സഭകളുടെയൊക്കെ പല വിഷയത്തിലുമുള്ള ഫത്വകളൊക്കെ നോക്കിയും അങ്ങനെയുള്ള ആളുകളുമായി സഹവസിച്ചും അവിടെ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ കൈമാറിത്തരുന്ന പണ്ഡിതന്മാരുടെയും അല്ലാത്തവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടയാളന്മാരാണ് ഞങ്ങളൊക്കെ. ഉലമാക്കൾ എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല, വളരെ ആഴത്തിൽ മതം പഠിച്ച, ഖുർആൻ ഹിഫ്ളാക്കിയ, ഹദീസ് ഹിഫ്ളാക്കിയ, ഭാഷാ പ്രാവീണ്യമുള്ള, ദീനിയായ എല്ലാ അടിസ്ഥാനങ്ങളെയും നന്നായി പഠിച്ച് അമൽ ചെയ്യുന്ന ആളുകളാണ് ശരിയായ ഉലമാ എന്ന് അറിയപ്പെടുന്നത്. ഞങ്ങളാരും പണ്ഡിതന്മാരല്ല, തുല്ലാബുൽ ഇൽമ എന്ന് വേണമെങ്കിൽ പറയാം, മതവിദ്യാർത്ഥികൾ, ഇതിന് പഠിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ എന്ന് മാത്രമാണ് ഞങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ 3 പണ്ഡിതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പണ്ഡിതന്മാരായി കാണുന്നുണ്ടോ ഇല്ല, അത് വേറെ വിഷയം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളുള്ള മനുഷ്യരാണ്. ഇമാം ഷാഫിയുടെ ഉസ്താദാണ്. മസ്ജിദ് നബവിയിൽ നബിതങ്ങളുടെ മിമ്പറിന്റെ സമീപത്തിരുന്ന്, നബിതങ്ങളുടെ ഖബറിന്റെ അപ്പുറത്തിരുന്ന്, റൗദയിലിരുന്നു കൊണ്ട് ദീൻ പഠിപ്പിച്ചിരുന്ന മഹാപണ്ഡിതരാണ്. ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാരെ പോലും ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി വരികയും അദ്ദേഹത്തിൽ നിന്ന് ദീന് പഠിക്കുകയും അദ്ദേഹത്തോട് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി 8 മാസം ഇമാം മാലിക്കിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇമാം മാലിക്കിന്റെ സദസ്സുകളിൽ ദീന് പഠിക്കാൻ വേണ്ടി ഹാജരായത്. ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം ശക്തമായി കരഞ്ഞുവെന്ന് ചരിത്രങ്ങളിൽ കാണാം. കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നത്? ഒരുപാട് സേവനം ചെയ്ത ആളാണ് നിങ്ങൾ. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ പലപ്പോഴായി വന്ന ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുത്ത മറുപടികൾ, ആ മറുപടികളൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഞാനിപ്പോ ദുനിയാവിൽ നിന്ന് പോവുകയാണ്. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹ് ചോദിക്കും, എന്റെ ദീനിൽ എന്തിനാണ് നീ ഉറപ്പില്ലാതെ പറഞ്ഞത് എന്ന് റബ്ബ് ചോദിച്ചാൽ എന്തായിരിക്കും എനിക്കവിടെ പറയാൻ പറ്റുക? ആ പേടിയാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് ഇമാം മാലിക് പറഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അങ്ങനെ അബദ്ധം പറ്റിയെങ്കിൽ അത് തെറ്റുപറ്റിയെന്ന് ആളുകളോട് തുറന്ന് സമ്മതിച്ചാൽ പോരെ, എന്താ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. അദ്ദേഹം പറയും, ഇനി ഞാൻ സമ്മതിച്ചിട്ട് എന്ത് കാര്യം? എത്രയോ ആളുകൾ അതൊക്കെ കേട്ടു പഠിച്ചു, അവരൊക്കെ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അവിടെ ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് പറഞ്ഞു എന്നും പറഞ്ഞ് അതൊക്കെ എഴുതി വെച്ച് പോയി. അതിന് ഖിയാമത്ത് വരെ ഈ മാലിക്കിൻ്റെ അഭിപ്രായമായി അങ്ങനെ കൈമാറി 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 പോയിക്കൊണ്ടിരിക്കും. ഞാനിവിടെ തിരുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ശക്തമായി കരയുകയും ആ കരച്ചിലോടുകൂടി അദ്ദേഹം മരിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ദീനു പറയാൻ അവകാശമുള്ള, അർഹതയുള്ള, ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി മാറ്റിവെച്ച, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹിഫ്ളാക്കിയ ആളുകൾ പോലും അത്ര ആശങ്ക ഇതിൽ വെച്ച് പുലർത്തിയെങ്കിൽ ഒന്നുമല്ലാത്ത ദീന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമായ ഞങ്ങളെപ്പോൾ ആളുകളൊക്കെ ഒരു ചോദ്യോത്തര സെഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബേജാറുള്ള കാര്യമാണ്. ഞങ്ങൾ 3 പണ്ഡിതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പണ്ഡിതന്മാരായി കാണുന്നുണ്ടോ ഇല്ല, അത് വേറെ വിഷയം.